നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്യാമ്പയിൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്തത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഹായ്, അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ആഡ് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ചില തിരക്ക് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വീഡിയോ, അതായത് വീഡിയോ ആഡ്സ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ യൂട്യൂബ് നോക്കുന്ന ടൈമിൽ ആദ്യം വരുന്ന ആഡ്സ് കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ക്യാമ്പയിൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, അതായത് നമ്മൾ 1K അടിച്ചിട്ടുണ്ട് അല്ലേ? ഒരു മാസം ആയില്ല, അതിന് മുന്നേ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിന് സത്യം പറയാൻ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അത്. അതെ ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് എന്നും പറയുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അച്ചീവ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും നല്ല നല്ല കണ്ടന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അതാ പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് നേരെ കിടക്കാം. അല്ലേ? അതെ ഇപ്പൊ എന്താ പറയാ, ഇവർക്ക് ഉപകാരമുള്ള ഒരുപാട് പ്ലേലിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നില്ലേ? അതെ ഓക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ വരും. അപ്പൊ എന്ത് ചെയ്യാ, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ എന്ത് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് വീഡിയോ ആഡ്സ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഗൂഗിളില് ചില വെബ്സൈറ്റുകളിൽ നമ്മള് വീഡിയോസിന്റെ പരസ്യം വരുന്ന കണ്ടിട്ടുണ്ടാവും, അതേപോലെ യൂട്യൂബിൽ വരുന്ന കണ്ടിട്ടുണ്ടാവും. അതൊക്കെ അതെ, ഇപ്പൊ സ്കിപ്പ് ആടും, അതേപോലെ നോൺ സ്കിപ്പബിൾ ആടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യത്തെ ഒരു 30 സെക്കൻഡ് ചില ആഡ്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല, ഏതായാലും ചില ആഡ്സ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആഡ്സ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്യാമ്പയിൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റുകൾ കാര്യങ്ങൾ എന്തായാലും വരും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതെ. അപ്പോ എന്ത് ചെയ്യാം, നമുക്ക് കടക്കാം. കുറെ നെഗറ്റീവ് വലിക്കുമ്പോൾ അവർക്കും ഓക്കെ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമ്മളെ ഗൂഗിൾ ആഡ്സ് എടുക്കാം. ഗൂഗിൾ ആഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കറിയാം, നമുക്ക് ഈ കാണുന്ന സ്ക്രീൻ ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന സ്ക്രീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സിൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ ഇന്നലെയൊക്കെ നോക്കിയ പോലെ തന്നെയാണ് എന്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്, ക്രിയേറ്റ് ക്യാമ്പയിൻ എന്നുള്ളത്. അത് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മളെ വിത്തൗട്ട് ഗോള്, അതായത് ഒരു ഗോളില്ല, നമുക്ക് എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് വീഡിയോ ആഡ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളെ വീഡിയോ എന്നുണ്ട്, അതായത് നമുക്കിപ്പോ ഈ വീഡിയോ ഒക്കെ റൺ ചെയ്യണമെങ്കിൽ വിത്തൗട്ട് ഇതിലുള്ള റീൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കാണ്. നിങ്ങൾ അത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വലിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ. അല്ല, ഇപ്പൊ ഒരു ഫർണിച്ചർ ഉള്ള ആളാണ്, അതെ, അപ്പൊ ലീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലീഡ് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇത് സെറ്റപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം. ഇവിടെ വീഡിയോ ആഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങളെ ബിസിനസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഫർണിച്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ലീഡ്സ് ആണ്. എങ്ങനെയാണ് ലീഡ്സ് നമ്മൾ ഷോപ്പിലേക്ക് എത്തിക്കാൻ നോക്കാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ റൺ ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ ഈ ലീഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അതിനനുസരിച്ച് പോവാം. അതെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിവിടെ വീഡിയോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമുക്ക് ചോദിക്കും എന്താണ് വേണ്ടത്, വ്യൂസ് വേണോ, അതേപോലെ റീച്ച് വേണോ, ടാർഗറ്റ് ആണോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നോൺ സ്കിപ്പബിൾ, പിന്നെ അതേപോലെ ഡ്രൈവ് കൺവേർഷൻ. ഇതിൽ എന്താണ് നമ്മുടെ ഗോള്, അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ സ്കിപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നോൺ സ്കിപ്പബിൾ ചെയ്ത് കൊടുക്കാം. ഈ നോൺ സ്കിപ്പബിൾ എന്ന് വെച്ചാൽ നമ്മൾ അതന്നെ ഒരു 5 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ സ്കിപ്പ് എന്നുള്ള ഇതന്നെ ഉണ്ടാവില്ല. 5 സെക്കൻഡ് മസ്റ്റ് ആയി കണ്ടിരിക്കണം. അടുത്ത ഒരു വീഡിയോ കാണാം. അത് ഇവിടുന്ന് കൊടുക്കുന്നതാണ് ഇപ്പൊ മനസ്സിലായി. അത് മാത്രല്ല, ചില വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടിരിക്കും, അത് ചില ആഡ്സ് അതന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു ചിലതൊക്കെ 5 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ സ്കിപ്പ് എന്നുള്ള വരൂല. അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് കാണാത്തതെന്ന്? ഇത് എന്ത് ചെയ്യാ, അതിൻ്റെതായ ഓണേഴ്സ് എന്ത് ചെയ്യും,
ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണുന്നത്. ചിലതൊക്കെ 5 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് സ്കിപ്പ് കാണും, ചിലതൊക്കെ നമുക്ക് ഇടങ്ങേറായിരിക്കും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും കാണിക്കുക അല്ലേ. അതെ, അതിനാണ് നമ്മൾ സ്കിപ്പബിളും നോൺ സ്കിപ്പും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ, ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്, 5 സെക്കൻഡ് സ്കിപ്പബിൾ ആണ്. അതാണ് അപ്പോൾ 15 സെക്കൻഡ് ഇങ്ങനെ പോകും. അതെ, എന്തായാലും മസ്റ്റായി വാച്ച് ചെയ്യണം. മാസ്റ്റേജ് വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അതെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡിന്റെ പേര് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് പേര് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ആഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. നമുക്ക് വെസ്ലന്ന് കൊടുത്തൂടെ? വെസ്ലന്ന് കൊടുക്കാം. എന്താണോ അതെ, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. ആ ടൈറ്റിൽ എവിടെ വരിക? അല്ല, അത് ഫ്രണ്ടില് ക്യാമ്പയിൻസ് എന്നുള്ളടത്ത് എന്ത് ചെയ്യും, അപ്പൊ നമ്മള് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ക്യാമ്പയിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ടല്ലേ ക്യാമ്പയിൻ നെയിം. ക്യാമ്പയിൻ നെയിം ആണ് അത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ത് ബഡ്ജറ്റ്, ക്യാമ്പയിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണോ അത് എന്ത് ചെയ്യാ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളൊരു 200 നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കാം, പെർ ഡേ 200. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം 200 രൂപ പോണ രീതിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ടോട്ടൽ ബഡ്ജറ്റ് ഇവിടെ കണ്ട ഡെയിലി ബഡ്ജറ്റ് ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പെർ ഡേക്ക് മാറ്റാം. പെർ ഡേ എങ്ങനെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം. ഇനി ഇവിടെ ടോട്ടല് 2000 രൂപ വെച്ച് കൊടുക്കാം. ഇവര് കൂട്ടുന്നതനുസരിച്ച് ഇത് കൂട്ടിക്കൊണ്ടുവരും. അതെ, പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാവും. ഇതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ലീഡ്സ് ആണ് എയിം ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ 200 ആണെങ്കിൽ 200ന്റെ ആ ലീഡ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല അതിന് കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അമൗണ്ട് കൂട്ടിയിട്ടാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് ഇപ്പൊ 2000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ഡേറ്റ്, അതായത് എന്നാണ് നമ്മളെ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് ആ ഡേറ്റ് നമ്മൾ കൊടുക്കാം. ഇവിടെ നമുക്ക് എൻഡ് ഡേറ്റ് കൊടുക്കാൻ പറ്റും, 2 ആഴ്ച എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഒരാഴ്ചത്തേക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഇട്ട് കൊടുക്കാൻ പറ്റും ഇവിടെ. അതേപോലെ നിങ്ങൾക്ക് 2 ദിവസം കൊടുത്താൽ മതി എന്താ, ഒരു 2 ദിവസം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയാണോ ഇത് വരുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കാണിക്കും ഡെയിലി എത്ര രൂപ സ്പെൻഡ് ആവും എന്നുള്ളത്. 2000 നമ്മൾ കൊടുത്തപ്പോ എന്താ, ഇത്ര ദിവസം 25 ദിവസത്തേക്ക് ഏകദേശം എത്ര സ്പെൻഡ് ആവും എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു മാസത്തിന്റെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് 24, അതായത് ഏകദേശം 25 ദിവസം ഉണ്ട്. അപ്പൊ ഡെയിലി ബഡ്ജറ്റ് 80 റുപ്യ വെച്ചിട്ടാണ് പോവുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അത് ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. അതിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ ഒരു വീഡിയോയിൽ ഒരു സംഭവം പഠിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ വേണമെന്നില്ല. ഇതേ സാധനം നിങ്ങൾക്ക് തന്നെ പല രീതിയിൽ എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത ക്യാമ്പയിൻസിലൊക്കെ എങ്ങനെ നമ്മൾ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്തത്, ലൊക്കേഷൻ, അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിലും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കേരള എന്നുണ്ടെങ്കിൽ കേരള ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ നമുക്ക് എവിടെ കാലിക്കറ്റ് നമുക്ക് എന്താ ആഡ് കാണിക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് എന്നുണ്ട്. അപ്പൊ ഈ എക്സ്ക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് എന്ത് ചെയ്യില്ല, ആഡ് കാണിക്കൂല. ഓക്കെ, ഇതേപോലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മള് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലാംഗ്വേജസ് ഓക്കെ, ഏതൊക്കെ ലാംഗ്വേജ് പറയുന്ന ആളുകളാണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോ മലയാളം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും മലയാളികളെ മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് കാണിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യില്ല, അനാവശ്യമായിട്ടുള്ള ഒരു നമുക്ക് എന്താ മണി നമ്മുടെ കയ്യിൽ സ്പെൻഡ് ആവുക. എല്ലാരെയും കാണിക്കൂല, ഇവരെ മാത്രം കാണിച്ചാൽ മതിന്നുണ്ടെങ്കിൽ ഇവരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം. ഈ ആവശ്യക്കാര് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. ഈ ഗൂഗിൾ ആഡ്സിനോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന ആവശ്യക്കാരാണ്, അപ്പൊ ഇന്ന ആവശ്യക്കാർക്ക് മാത്രം കണ്ടാൽ മതി, അല്ലെ? അപ്പൊ നമ്മളൊരു മലയാളത്തിൽ ഒരു ആഡ് റൺ ചെയ്യാണ്, ആ ആഡ്
തമിഴൻസ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, അവനക്ക് മലയാളം അറിയില്ല. ഇല്ലെങ്കിൽ കന്നഡിയൻസ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, അവർക്ക് മലയാളം അറിയില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആഡ് റൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് താഴത്ത് വരുന്നുണ്ട് ഡിവൈസസ്, ഏതൊക്കെ ഡിവൈസിലാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ്, മൊബൈല്, ടാബ്ലറ്റ്, ടി വി, അങ്ങനെയുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഫ്രീക്വൻസി ക്യാപ്പിംഗ് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇംപ്രഷൻ വരും. ഇംപ്രഷൻ അറിയാം, യൂട്യൂബ് ആളുകളെ കാണിക്കുന്നതാണ് എന്ത് ഇംപ്രഷൻ. ഒരു വീഡിയോ എത്ര പേരെ കാണിക്കും, അതാണ് എന്ത് ഇംപ്രഷൻ. അത് നമ്മളെ യൂട്യൂബ് എത്ര ആൾക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു വീഡിയോ ഒരാളെ കാണിക്കുന്നത്, യൂട്യൂബിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞതാ, മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാ. ഒരു വീഡിയോ ഈ ഗൂഗിൾ ആഡ് വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിപ്പോ ഒരു സെയിം യൂസേഴ്സിന് തന്നെ എത്ര പ്രാവശ്യം കാണിക്കണം വേണ്ടെന്നുള്ളതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ പെർ ഡേ. ഇപ്പൊ എത്ര പ്രാവശ്യം നമുക്ക് ഒരാളെ കാണിക്കണം, നമുക്ക് ഒരു 5 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 പ്രാവശ്യമാണ് എന്ത് ചെയ്തു സെയിം യൂസേഴ്സിനെ ആഡ് കാണിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ഉണ്ട്. അതറിയാം, ഷെഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ആഡ് ഒരു ടൈം മുതൽ ഒരു ടൈം വരെ ഇതാവും, റൺ ആവും. അതായത് ഇപ്പൊ 12 മണി മുതൽ നമുക്ക് ഒരു 10 മണി വരെ കാണിച്ചാൽ മതി. രാവിലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെ ആഡ് കാണിച്ചാൽ മതി. എങ്കിൽ ആ ടൈമിൽ മാത്രം എന്താവുള്ളൂ, ആഡ് റൺ ആവുള്ളൂ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഒരു ദിവസം ഫുൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഐഡിയ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ അടുത്ത പേജിലേക്ക് വരും. അവിടെ വരുമ്പോ എന്ത് ചെയ്യും, ആഡ് ഗ്രൂപ്പ് നെയിം. അതെ, എന്താ ഗ്രൂപ്പ് നെയിം എവിടെ, അതിന് സെക്കൻഡ്, അതായത് ഇപ്പൊ നമ്മൾ കൊടുത്തല്ലോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്യാമ്പയിൻ നെയിം കൊടുത്തു. അതെ, ക്യാമ്പയിൻ നെയിം കൊടുത്തില്ല, അതേപോലെ തന്നെയാണ്. അതായത് ബെസ്ലോൺ ഗ്രൂപ്പ് എന്താ മനസ്സിലായില്ല. അതായത് ഇതിലിപ്പോ നമ്മളിപ്പോ ഓരോ പേജായിട്ട് വരും. ഈ കാണുന്നതൊക്കെ ഓരോ ഗ്രൂപ്പാണ്. അതായത് നമ്മൾ ഓരോ പേജാണ് ക്ലിയർ ചെയ്ത് വരിക. അപ്പൊ ആ ഒരു പേജിന് കൊടുക്കുന്ന നെയിമാണ് ഈ ആഡ് ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത്. നമ്മള് ബെസ്ലോൺ ഒരു അടുത്ത പേജിന് ഇത് കൊടുത്ത് പേര് കൊടുത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം, ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓഡിയൻസ് നെയിം കൊടുക്കാം. ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ്, അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറി അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡൻസ് ആണോ അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. പിന്നെ അതേപോലെ ഹോൾസെയിൽ ആണെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ആയിരിക്കും നോക്കുക. അപ്പൊ റീറ്റെയിൽ യൂസേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി ആ രീതിയിൽ. അതെ, പിന്നെ ഇവിടെ ഡെമോഗ്രാഫിക്സ്, അതായത് അത് റെക്കമെൻഡ് ആണ് എല്ലാ സ്ഥലവും നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അതായത് മെയില്, ഫീമെയില്, അതേപോലെ ഏജ് അറിയാലോ, 18 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് കൊടുക്കുക, അതൊക്കെ നിങ്ങളെ ഐഡിയ ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണോ ആഡ് റൺ ചെയ്യുന്നത് ആ ഒരു ഏജ് കാറ്റഗറി മാത്രം അവിടെ ചൂസ് ചെയ്യാൻ. ആർക്കാണ് കാണേണ്ടത്, ഇപ്പൊ നിങ്ങൾ വുമൻസ് കോളേജ് ആയിരിക്കാം, മെൻസ് കോളേജ് ആയിരിക്കാം. അപ്പൊ വുമൻസ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് മാത്രം ആഡ് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ എന്ത് ആഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അതെ 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 അതെ. പിന്നെ ഇൻട്രസ്റ്റ് ആണ്. അതായത് ആളുകളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആഡ് കാണിക്കാൻ പറ്റും. അതായത് ലൈഫ് സ്റ്റൈല്, റിയൽ എസ്റ്റേറ്റ്, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും അല്ല, നിങ്ങളുടെ എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇപ്പൊ സ്റ്റുഡൻസിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിന് മാത്രം കാണുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, അതിന്റെ ഓഡിയൻസ് എത്രത്തോളം സൈസിലുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഓഡിയൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ തേർഡ് പാർട്ടി കസ്റ്റമേഴ്സ്, അതായത് വേറെ ഏതെങ്കിലും ഒരു ഇത് നോക്കാം. കമ്പനീന്റെ പേര് ഗൂഗിൾ അല്ലെങ്കിൽ ആമസോൺ. ഇതിന് ഇപ്പോഴത്തെ ബ്രൗസർ എന്നുള്ളതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാതെ ചെയ്യാം അവിടെ. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓൾറെഡി. അതെ അതെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാ, ഒരാളെ ടാർഗറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓഡിയൻസിന് ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അത് നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ അഡീഷണൽ ഓഡിയൻസ് സെഗ്മെന്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇത് എന്തിനാ ഇത്രയും ഓപ്ഷനിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയൻസിന്റെ ഭാഗങ്ങൾ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കീവേഡ്സ്.
കീവേഡ്സ് നമുക്കറിയാം, നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട്. അതേപോലെയാണ് ഇതും സെയിം. എന്ത് ചെയ്യുക, കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഏത് കാര്യത്തിനാണോ നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ്, ആ കീവേഡ്സ് എടുക്കുന്നത് എങ്ങനെയായിരുന്നു, നമ്മള് കീവേഡ് പ്ലാനർ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആ രീതിയിൽ പിന്നെ ജസ്റ്റ് ഒരു കീവേഡ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. എന്താണ് ആവശ്യം ആ കീവേഡ് ആണ് എഡ്യൂക്കേഷൻ. അത് എടുക്കേണ്ട രീതി നമ്മൾ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചധികം കീവേഡ്സ് എന്ത് ചെയ്യുക, നമ്മള് കീവേഡ് റിസർച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ കയറിയിട്ട് നല്ല ഊളിയുള്ളത് ഏതാണ്, ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഏതാണ്, ഇതൊക്കെ നോക്കി നമ്മൾ തന്നെ തീരുമാനിച്ച് എന്ത് വേണം, നമുക്ക് റിസൾട്ട് കിട്ടാൻ ഏത് കീവേഡ്സ് ആണ് നല്ലത്, ഏത് രീതിക്കാണ് എടുക്കേണ്ടത് എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നമ്മൾ സെർച്ച് ആഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ആവശ്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് റൺ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു ടോപ്പിക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ബ്രൗസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ആർട്ട്, എന്റർടൈൻമെന്റ്, ഓട്ടോമൊബൈൽ, വെഹിക്കിൾസ്, ബ്യൂട്ടി, ഫിറ്റ്നസ്, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളെ ഐഡിയക്ക് എന്ത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാല്ലേ ഇപ്പോൾ. ഓക്കെ, അതിനെടുത്തോ, ഏതാ, ഷോപ്പിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ത്, നമ്മളെ വീഡിയോന്റെ URL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് എടുക്കുക, നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇടാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോസിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോ ഏതാണോ അതിന്റെ URL കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാം. ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് നമുക്ക് നമ്മളെ വീഡിയോന്റെ ഇത് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെ ഏതാണോ URL എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിടാം. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയ ഇപ്പൊ നമ്മളൊരു ഷോപ്പിംഗ് കൊടുത്തിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടോ. ഓക്കെ, നമ്മളിപ്പോ ആപ്പ് പ്രൊമോഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾ കാണിച്ചു തന്നെ. അതേപോലെ ഉള്ള ഒരു ആഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോ ആദ്യം വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ ആഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ വീഡിയോയുടെ ഫൈനൽ URL എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഡിസ്പ്ലേ URLും എന്ത് ചെയ്യുക, എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ URL നിങ്ങളിവിടെ എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം, ഇതും നിർബന്ധമായിട്ട് കൊടുക്കണം. ഓക്കെ, ഇത് നമ്മൾ അതേ URL അല്ലേ, ആ വീഡിയോ അതിന്റെ ഫൈനൽ URL നമ്മളിവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇതിന്റെ URL എടുക്കാം. ആ വീഡിയോയുടെ യൂട്യൂബ് പോയി സെർച്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, അല്ല അത് നിങ്ങളെ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ URL. നിങ്ങളതാണെങ്കിൽ നിങ്ങളാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പോയിട്ട് ഏതാണ് വീഡിയോ ചെയ്യേണ്ടത് അതിന്റെ ലിങ്കാണ് അതിന്റെ URL ഇട്ട് കൊടുക്കുക. ഡിസ്പ്ലേ URL എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. അവിടെ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം, URL കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങള് ഈ ഒരു ഇവിടെ കോൾ ടു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആഡ് നെയിം. ഈ കോൾ ടു ആക്ഷൻ എന്ന് വെച്ചാൽ ബട്ടൺ ആണേ, അല്ലെ? അതെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോം ആണ്, ഫോം അല്ല നിങ്ങൾ എങ്ങോട്ടാണോ റീഡയറക്ട് ചെയ്യേണ്ടത് അത് കൊടുത്തൂടെ? അതവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പോണില്ല. അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ നമ്മൾ ചെയ്തുതരാം. ഓക്കെ, വേറെ തന്നെ ചെയ്തുതരാം. ഇവിടെ നമുക്കറിയാം CPM നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് CPM എന്താന്നുള്ളത്. അതായത്
1000 ഇംപ്രഷന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട്, അത് എത്രയാന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇപ്പോൾ 1 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വരും, അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വരും. ഇപ്പോൾ പൈസ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളെ ഐഡിയക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴത്ത് ക്രിയേറ്റ് ക്യാമ്പയിൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇതിലിപ്പോൾ പറയുന്നത് മിനിമം ഇത്ര രൂപ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് തന്നെ നമ്മൾ ആയിക്കോട്ടെ കൊടുക്കാം. ഓക്കെ, അത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുക്കാം. 1000 ഇംപ്രഷൻ ഇവിടെ നമ്മൾ 200 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും എന്ത് നമുക്ക് കിട്ടുന്ന റീച്ച്, കാര്യങ്ങൾ, നമ്മൾ സ്പെൻഡ് ആവുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഒരു എസ്റ്റിമേഷൻ നമുക്ക് ഇവിടെ വരും. അതായത് ഇംപ്രഷൻ 11K to 35K വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇംപ്രഷൻ കിട്ടും. ഇംപ്രഷൻ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞത് അതായത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, ആളുകളെ കാണിക്കുന്നത്. ഇപ്പൊ ആവറേജ് CPM അതിന് കൊടുക്കേണ്ടത് എത്ര? 62 രൂപ മുതൽ 184 രൂപ വരെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇവിടെ നമുക്ക് കാണിക്കും. ഓക്കെ, പക്ഷെ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഓക്കെ, നമ്മൾ ആഡിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പേയ്മെന്റ് ഇഷ്യൂ കാണിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ആഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഇത് കണ്ടോ ഫിക്സിറ്റ് എന്ന് പറയുന്നത്, അത് നമ്മളെ ആഡ് അക്കൗണ്ടിൽ പേയ്മെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിക്സിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പേയ്മെന്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആഡ് എന്ത് ചെയ്യും, റൺ ചെയ്ത് തുടങ്ങും. അതുവഴി നമുക്ക് നമ്മുടെ ആഡ് ആളുകളെ കാണിച്ച് നമുക്ക് അതുവഴി റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ടെലഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു നമ്മൾ പേയ്മെന്റ് നമ്മളെ ഇല്ല, നിങ്ങളെ പേയ്മെന്റ് ആഡ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കുക, വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ പ്രിവ്യൂ കാണുന്നുണ്ട്. പ്രിവ്യൂ നമ്മളെ ആഡ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എടുത്ത് കാണാം. ഓക്കെ, നമ്മളിപ്പോ ഇതിൽ പഠിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെല്ലാം ഒരു ഡാറ്റ വെച്ചിട്ടാണ് അല്ലേ. അതായത് നമുക്ക് ആർക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത്, ഏത് ഏജിന്റെ ഇടയിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്, പിന്നെ ഫീമെയിൽ ആണോ മെയിൽ ആണോ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇത്രയും ഡാറ്റ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ ഇവരടുത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു രജിസ്റ്ററോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിലാണോ, പിന്നെ നിങ്ങളുടെ പേര് എന്താണ്, ഫീമെയിൽ ആണോ, വയസ്സ്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഡാറ്റ ഉള്ളത്. അപ്പൊ അവരുടെ കയ്യിലാണ് നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനാണ് ഇവർ ഇത്രയും ഡാറ്റ നമുക്ക് ആഡ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി ഡാറ്റ ഉണ്ട് ഓരോരുത്തരെയും. അതായത് ഗൂഗിൾ യൂസേഴ്സ് ആവട്ടെ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ത് തുടങ്ങുകയാണെങ്കിലും ഇവർക്ക് നമ്മളുടെ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആഡ് എന്താ ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഗൂഗിൾ ആഡ്സിന്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഏത് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ ക്യാമ്പയിനും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.